സുപ്രഭാതം. മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കാരുണ്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? കരുണയുടെ വഴി എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ഉമ്മ, കുറച്ച് മക്കളും, 2-3 മക്കളുണ്ട്. വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം അല്ലേ? അതിലവർ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ വിശന്ന് കരഞ്ഞ് തളർന്നുറങ്ങുന്ന ആ കുട്ടികളെ സമാധാനിപ്പിക്കാൻ പോലും ആ ഉമ്മയ്ക്ക് കഴിയണില്ല, സങ്കടം കൊണ്ട്. അവരെന്നെ ഉമ്മ എന്ത് പറഞ്ഞിട്ട് അവരെ പറ്റിക്കണേ? കിടന്നുറങ്ങും മോനെ, എപ്പം അരി വേവും, എന്ത് കഴിഞ്ഞാൽ ഉമ്മ വിളിക്കാം അല്ലേ? ശരിക്കും ആ ചെമ്പിൽ എന്താ അരിയൊന്നുമില്ല, ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. അരി ഒന്നും അവർക്ക് അത് കുട്ടികൾക്ക് അറിയില്ല. കുട്ടികളെ ഉമ്മ അങ്ങനെ പറഞ്ഞ് ഇതൊക്കെയാണ്. അപ്പോൾ കാരുണ്യമുള്ളവരായിരിക്കുക എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും കാരുണ്യം ചെയ്തുവോ? വല്ലൊരു ഹെൽപ്പ് ചെയ്തുവോ? നല്ല ജീവജാലങ്ങളോടും ചെയ്യാം. ചെറിയ പൂച്ചക്കുട്ടികളെ കാണുമ്പോൾ കല്ലെറിഞ്ഞ് ഓടിക്കാതെ അതിനെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക. ഒരു പട്ടിക്കുട്ടിക്കോ ഏതെങ്കിലും, മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും കാരുണ്യം കാണിക്കാം. അപ്പോൾ എവിടം വരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നത്? രാത്രിയായി, 12 പാതിരാവായി. ആ കുടിലിൽ കുട്ടികളുടെ തേങ്ങൽ നിലച്ചിട്ടില്ല. കഴിഞ്ഞ രാത്രി ഇതിലും നേരത്തെ അവർ ഉറങ്ങിയിരുന്നു. കരഞ്ഞു തളർന്ന് അറിയാതെ അവർ ഉറങ്ങിപ്പോയതാണ്. അടുപ്പിലെ കലത്തിന് ചുവട്ടിൽ തീ കത്തുന്നുണ്ട്. ഉമ്മ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവർ മക്കളെ ഇടയ്ക്കിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയാതെ മക്കളെ, കണ്ണടച്ച് കിടന്നോളൂ, ഇതൊന്നു വേഗട്ടെ. വിശന്നിട്ട് വയ്യ ഉമ്മ, ഉറക്കം വരുന്നില്ല. ഇതുവരെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് അല്ലേ? നോക്കിക്കോളൂ. മൂത്ത കുട്ടി വയറ്റത്ത് കയ്യും വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് കിടന്നോളൂ, വെന്താലുടൻ വിളമ്പി വെച്ചിട്ട് വിളിക്കാം. അപ്പോൾ മൂത്ത കുട്ടിയാണ്, ഉമ്മ വിശന്നിട്ട് വയ്യ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ല എന്നുകൊണ്ട് കരഞ്ഞിട്ട് ഉമ്മയുടെ അടുത്തേക്ക് വന്നത്. ഉമ്മ എന്താ പറഞ്ഞ്? വിഷമിക്കേണ്ട, അപ്പോൾ കണ്ണടച്ച് കിടന്നത്, വെന്ത് കഴിഞ്ഞാൽ ഉമ്മ നിങ്ങളെ വിളിക്കാം. വിശന്നിട്ട് വയ്യ ഉമ്മ, അതിൻ്റെ ഇത്തിരി വെള്ളമെങ്കിലും താ ഉമ്മ. അപ്പോൾ കഞ്ഞിയാണെങ്കിൽ വറ്റുണ്ടാവും അല്ലേ? അപ്പോൾ കഞ്ഞി വേണ്ട, വറ്റില്ലെങ്കിലും കുഴപ്പമില്ല അമ്മ, ഇത്തിരി വെള്ളമെങ്കിലും തരും ഉമ്മ, കുട്ടി പറയണം. ഉമ്മയുടെ തേങ്ങൽ തൊണ്ടയിൽ കുടുങ്ങി, കണ്ണുകൾ നിറഞ്ഞു. അവർ മനം നൊന്ത് പ്രാർത്ഥിച്ചു, എൻ്റെ പടച്ചോനെ, എൻ്റെ കുട്ടികൾ എത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കുന്നു, എന്ത് പറഞ്ഞു ഞാൻ അവരെ സമാധാനിപ്പിക്കും? ശരിയാണല്ലേ? വിശന്ന് ഉമ്മമാർക്ക് വലിയ ആൾക്കാർക്ക് പിന്നെയും വിശപ്പ് കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. കൊച്ചു മക്കൾക്കാണെങ്കിൽ അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരിങ്ങനെ വിശന്ന് കരഞ്ഞിങ്ങനെ അമ്മമാരോട് വിളിച്ചിങ്ങനെ അമ്മയെ വിളിച്ച് കരയുമ്പോൾ ആ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അമ്മയുടെ ഒന്നുമില്ല അവർക്ക് വിശപ്പിന് കൊടുക്കാൻ. അപ്പോൾ ആ ഉമ്മയുടെ മനസ്സിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഉമ്മ പറയുന്നത് എന്താ? ദൈവമേ, എൻ്റെ ദൈവമേ, ഉമ്മ സ്വന്തം മനസ്സിൽ പറയുകയാണ്. ആരോടും പറയാനില്ല ഉമ്മയ്ക്ക് സങ്കടം. ദൈവത്തിനോട് മാത്രമേ ഉമ്മയ്ക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ പടച്ചോനെ, എൻ്റെ കുട്ടികൾ എത്ര ദിവസമായി ഇങ്ങനെ പട്ടിണി കിടക്കണു, എൻ്റെ മക്കളുടെ കഷ്ടപ്പാടൊന്നും കാണുന്നില്ലേ? എന്നിട്ട് ഉമ്മ അങ്ങനെ ദൈവത്തെ വിളിച്ച് കരയാണ്. എൻ്റെ മക്കൾ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ സമാധാനിപ്പിക്കും? സാധാരണ അടുപ്പിൽ തീ കത്തുമ്പോൾ ആഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കുട്ടികൾ സമാധാനത്തോടെ ഉറങ്ങുകയാണ് പതിവ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പട്ടിണിയിലാണ്. ഇന്ന് എത്ര വൈകിട്ടും വിശപ്പ് കാരണം അവർ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വിശന്നു തളർന്ന് അവർ കരയുകയുമാണ്. തൻ്റെ തേങ്ങൽ പുറത്തു വരാതിരിക്കാൻ ഉമ്മ ശ്രമിച്ചു. ഉമ്മയ്ക്ക് ഇനി എന്തു പറയണമെന്ന് പോലും അറിയില്ല. നോക്കൂ, അടുപ്പിൽ സാധാരണ അമ്മ എവിടെന്നെങ്കിലുമൊക്കെ അമ്മയ്ക്ക് കുറച്ച് അരി കിട്ടാറുണ്ട്. അപ്പോൾ അത് അമ്മ അടുപ്പിൽ വയ്ക്കുമ്പോൾ കുട്ടികൾ അപ്പോൾ വേവും, ഇപ്പം അമ്മ കഞ്ഞി തരും എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണ് മക്കൾ കിടക്കാറ്. ഈ പ്രാവശ്യം അങ്ങനെയല്ല. അടുപ്പിൽ വെറും വെള്ളം വെച്ചിട്ടുള്ളൂ. വെറുതെ കുട്ടികളെ അങ്ങനെ കരയാതിരിക്കാൻ വേണ്ടി അവർ ഉമ്മ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൽ അരിയൊന്നും ഇട്ടിട്ടില്ല. കാര്യം ഉമ്മയുടെ അരി ഇല്ല ഇടാൻ. അപ്പോൾ ആ ഉമ്മ വെറുതെ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ്, പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ്. കഞ്ഞി പോലും അവർക്ക് കുടിക്കാനില്ല. വിശപ്പ് കാരണം അവരിങ്ങനെ കുറേ ദിവസമായിട്ട് അവർ ഉറങ്ങിയിട്ട് പോലും ഇല്ലയെന്ന്. വിശന്ന് കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ? നല്ല വയറ് വീർക്കോളം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഉറക്കം വരുള്ളൂ. ഇത് തീരെ വിശന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു കോളം നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അത്രയും ഉറക്കം നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ കുട്ടികൾക്ക് വിശപ്പ് കാരണം തളർന്നിങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് അവർക്ക് ഉറക്കം കിട്ടണില്ല.
അപ്പോൾ ഉമ്മക്കിന് ഉമ്മയുടെ തേങ്ങൽ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുമ്പോൾ നിയന്ത്രിച്ച് പിടിച്ച് നിർത്തുക, കരച്ചിൽ പുറത്തേക്ക് വരാതിരിക്കുക. ഉമ്മ കരയണേണ്ട കുട്ടികൾക്ക് സങ്കടമാവും, എന്തിനാ ഉമ്മ കരയണേന്ന് ചോദിച്ചിട്ട് അവർ ഉമ്മയുടെ അടുത്ത് നിന്ന് പോവില്ലല്ലോ. അപ്പോൾ ഉമ്മ കരച്ചിൽ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തേങ്ങൽ അടക്കി പിടിച്ച് ഇങ്ങനെ നിയന്ത്രിച്ച് നിൽക്കുകയാണ്. ഉമ്മക്കിന് അവരെന്ത് പറഞ്ഞിട്ടാണ് ആ മക്കളെ സമാധാനിപ്പിക്കേണ്ടത് എന്ന് പോലും ആ ഉമ്മയ്ക്ക് അറിയണില്ല. ഇതുവരെ ഒന്ന് എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നോട്ട്സൊക്കെ എഴുതിയെടുക്കണം, ടെസ്റ്റ് പേപ്പറും എഴുതണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.